വയനാട് ദുരന്തം സംബന്ധിച്ച ചോദ്യങ്ങളോട് ക്ഷോഭത്തോടെ പ്രതികരിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. പുറത്തു പറഞ്ഞു കേട്ടിടത്തോളം നീ ആളത്ര ശരിയല്ല. ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുമ്പേ എന്ന് പറയുന്ന പോലെ നമുക്കും ഒരു കലക്കണം. നമുക്ക് കലക്കണ്ട, നീ ഒറ്റക്ക് കലക്കിയാൽ മതി, ഞാനില്ല. ഇതിനെക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കേണ്ട കാര്യമില്ലെന്നും കേന്ദ്ര സഹായം നൽകാനുള്ള സമയമായിട്ടില്ലെന്നും സുരേഷ് ഗോപിയുടെ മറുപടി. പാലം കടക്കോളം നാരായണ, പാലം കടന്നപ്പോ കൂരായണ അല്ലേ? അതേടാ, കൂരായണ തന്നെ. നീ മൊത്തം അറിയാ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആറ്റപ്പണി ചെയ്യൂ. അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ? അന്വേഷിക്കൂ ആദ്യം. ഈ കൈ കണ്ടോ, രാജയോഗവും ഗജകേസരി യോഗവും ഒരുമിച്ച് കിടപ്പുണ്ട്. അനുഭവിച്ചേ പറ്റൂ. തലയ്ക്ക് വല്ല ഓളം ഉണ്ടോ? കുത്തിത്തിരിപ്പുണ്ടാക്കാതെ ഇടവാല് പന്തിരാണ്ട് കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്? അത് അന്വേഷിക്കൂ, അതിനുള്ള നിയമം ഉണ്ടോന്ന്. അല്ല, അത് അന്വേഷിക്കൂ. നിങ്ങൾ അതിന് സാധ്യത ഉണ്ടോന്ന് അന്വേഷിക്കൂ. കണ്ട അണ്ടനും അടവണ്ണൊക്കെ വോട്ട് ചെയ്താൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ജനങ്ങളുടെ തലവിധി. അല്ല, ഇതുവരെ എന്ത് ഇടപെടൽ നടത്തിയെന്നുള്ള കാര്യത്തിലൊന്നും പറയാൻ പറ്റുമോ? ഇല്ല, പറയാൻ പറ്റത്തില്ല. വെറുപ്പിക്കരുത്. അല്ല, എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, താൻ ആരുവാ? നാരായണ, പൂരായണ പോവേ. തനിക്കൊരു വിചാരമുണ്ട് താ ഏതോ കോപ്പിലെ വലിയ രാജാവാണ്. താ ഒരു പുല്ലുമല്ല. എന്തുകൊണ്ടാണത്? നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. നിന്റെ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഇല്ല. പിന്നെ എന്താ അതിന്റെ അർത്ഥം? ഞാൻ അങ്ങേ അച്ഛൻ പോയ ഇന്ത്യൻ പ്രസിഡന്റാവും, ഇങ്ങേ അച്ഛൻ വന്ന തനി തറയാണല്ലോ പെണ്ടി. ഇതൊക്കെയുണ്ട്. അതിലൊരു മുസ്ലിം മഞ്ഞ ഉടുപ്പിട്ടൊരു വൈറ്റ് ഗാർഡിനെ കണ്ടു. അതെ, മഞ്ഞ ഉടുപ്പിട്ട് വൈറ്റ് ഗാർഡ്. തലച്ചോറില്ലാതെയും ഒരു ജന്തുവിന് ഇത്രയും കാലം ജീവിക്കാമെന്നതിന് ഏക ഉദാഹരണമാണ് ഈ തിരുമണ്ടൻ. വൈറ്റ് ഉടുപ്പിട്ട് മഞ്ഞ ഗാർഡ്. ഇതൊക്കെ കുറെ എണ്ണം. മറ്റേ പരിപാടികളോട് കാണിക്കരുത്. കാര്യം ഞാൻ പറഞ്ഞേക്കാം. എടുത്തണ്ട, ആർക്കായാലും ഇച്ചിരി വെളിച്ചം തലേ കയറിക്കോട്ടെ. ഇത് കൂടാതെ DYFI ഇവരുടെ SDP കണ്ടോ? ഇവരുടെ ആ ടീഷർട്ട് കണ്ടാലറിയാം. ഇന്നലെ രാവിലെ മുതൽ ധൃതി പിടിച്ച് തയ്യൽക്കാരൻ്റെ പിടിച്ച് വേഗം അത് കഴിഞ്ഞിട്ട് പ്രിന്റ് ചെയ്ത് അത് വിട്ടുകൊണ്ട് ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ്. തലയ്ക്ക് സുഖമില്ലാണ്ടായ എന്താ ചെയ്യാ? കാണിക്കുന്നത് മുഴുവൻ ശുദ്ധ പോക്കർത്തരാട്ടോ. ആത്സല്യം കൊണ്ട് പറയാണ്, ഇതിന് പരിഹാരം ഇല്ല. ഇൻക്യൂറബിൾ. റിസ്ക് ഉള്ള മേഖലയിലൊന്നും പോയിട്ടില്ല. ടിജിയുടെ സേവാഭാരതി കണ്ടില്ല. നടക്കുന്നത് മുഴുവൻ സേഫ് ഏരിയയിലാണ്. ആശുപത്രിയിൽ അവിടെ ഇവിടെയൊക്കെ നമ്മളോർക്കും ദുരന്ത മുഖത്തൊന്നും അല്ല, ഇതിന്റെ അടുത്ത് പോകാൻ ഇവന് പേടിയാ. ഈ കൊച്ചാപ്പക്ക് പിള്ളേരുടെ സ്വഭാവോ? പിടിച്ചാൽ നടത്തിക്കൊണ്ട് പോകാം. കുറച്ചു കഴിഞ്ഞാൽ ചങ്ങലക്കെടേണ്ടി വരും. തൽക്കാലം ഇത്രയും മതി. വരട്ടെ. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി.